മലയാളി മിനിസ്ട്രീം പ്രേക്ഷകർക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം സുപരിചിതയായ നടിയാണ് ലിൻഡു റോണി. ലിൻഡുവിന് വളരെയേറെ നാൾ കാത്തിരുന്നതിന് ശേഷമാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിച്ചത്. അത് വളരെയധികം സന്തോഷത്തോടെയാണ് ലിൻഡു പ്രേക്ഷകരെ അറിയിച്ചതും. എന്നാൽ ഇപ്പോൾ ലിൻഡുവിന്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ അത്ര നല്ല സന്തോഷമുള്ള കാര്യമല്ല. അത്രമാത്രം വിമർശനമാണ് പ്രേക്ഷകർ ലിൻഡുവിനും ലിൻഡുവിന്റെ കുഞ്ഞിനും നൽകിക്കൊണ്ടിരിക്കുന്നത്. നാളുകൾക്ക് ശേഷമാണ് തന്റെ കുറെ ഏറെ വിശേഷങ്ങൾ പങ്കുവച്ച നടി എത്തിയത്. അക്കൂട്ടത്തിൽ മകൻ ലെവിക്കുട്ടനെ കുറിച്ചൊരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവയ്ക്കുന്നത്. പ്രേക്ഷകരെല്ലാവരും തന്നെ അതിനുവേണ്ടി കാതോർത്തിരുന്നു. ലെവിക്കുട്ടന് ഓട്ടിസം ആണെന്ന് പറഞ്ഞ് $1000 ബെറ്റ് വെച്ച ആൾക്ക് മറുപടി നൽകുകയാണ് ലിൻഡു റോണി. എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളൊരു കമന്റാണിത്. ലെവിക്കുട്ടന് ഓട്ടിസം ഉണ്ടെന്ന്, അതുകൊണ്ട് ലെവിയെ നന്നായി നോക്കണമെന്ന്. കുഞ്ഞിനൊരു വയസ്സാകുന്നതിന് മുൻപേ ഓട്ടിസം ബേബിയുടെ പ്രവണതകൾ കാണിച്ചു തുടങ്ങും. $1000 ബെറ്റ് വയ്ക്കുന്നു, ലെവിക്ക് ഓട്ടിസമാണ്. ഇന്ന തരത്തിലുള്ളൊരു മെസ്സേജ് വളരെ സ്നേഹത്തോടെ ഒരാൾ എനിക്ക് അയച്ചിട്ടുണ്ട്. ഇത്രയും അധികം സ്നേഹിക്കുന്നവർ ലെവിയുടെ ഓട്ടിസത്തെ വേണ്ടി $1000 ബെറ്റ് വച്ചതൊക്കെ കാണുമ്പോൾ ഒരാളുടെ മോശം അവസ്ഥ കാണാൻ ആഗ്രഹിക്കുന്നവരെ കുറിച്ച് ചിന്തിച്ചു പോവുകയാണെന്നാണ് ലിൻഡു പറയുന്നത്. ഇത്തരം മെസ്സേജുകളൊന്നും ഞാൻ തളരില്ല. ഇതിനു മുകളിൽ എന്തു വന്നാലും ദൈവം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഇനി ലെവിക്കുട്ടൻ ഓട്ടിസ്റ്റിക് ബേബി ആണെങ്കിലും ദൈവത്തിൽ നിന്ന് അത് മാറ്റാൻ സാധിക്കും. ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ലെവിയെ എനിക്ക് കിട്ടിയത്. 99% ഹാൻഡിക്യാപ്ഡ് ആയിരുന്നു ഞങ്ങളുടെ മോനുകുട്ടൻ. പലരും എന്തൊക്കെ പറഞ്ഞു, എൻ്റെ അമ്മയെ തളർത്താൻ ശ്രമിച്ചു. ഒന്നിലും എൻ്റെ അമ്മ വീണിട്ടില്ല. പിന്നെയാണോ ഞങ്ങളുടെ ലെവിക്കുട്ടനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇത്രയും ആരോഗ്യത്തോടെ എല്ലാവരോടും അവൻ ഇടപഴകുന്നത് കാണുമ്പോൾ തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുക? എല്ലാവരോടും പറയും ലെവിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന്. ദൈവത്തിന്റെ കൃപയാൽ അത് അങ്ങനെ തന്നെ കഴിഞ്ഞു പോകുന്നു. എന്ത് കുറവുണ്ടെങ്കിലും തന്റെ കുഞ്ഞിനെ സ്വീകരിക്കാൻ ഏതൊരു അപ്പയ്ക്കും അമ്മയ്ക്കും തയ്യാറാകും. വീഡിയോയിൽ ലെവിക്കുട്ടന്റെ ഡെവലപ്മെന്റ് റിവ്യൂവിനെ കുറിച്ചും ലിൻഡു വിശദീകരിക്കുന്നുണ്ട്. എല്ലാ ടെസ്റ്റിലും ലെവിക്കുട്ടൻ പാസ്സാണ്. ആക്റ്റീവ് എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്. ആക്ടിവിറ്റികളെല്ലാം തന്നെ മിട്ടുമിടുക്കനായി തന്നെ ചെയ്യുന്നുണ്ട്. ഹൈറ്റും വെയിറ്റും എല്ലാം കറക്റ്റ് ആണ്. കൂടുതൽ മറ്റു കുട്ടികളുമായി സമയം കുഞ്ഞിനെ വളർച്ചയെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആഴ്ചയിൽ 2 തവണയെങ്കിലും നഴ്സറിയിലാക്കണമെന്ന് ലിൻഡു റോണി പറയുന്നു. ഇതോടെയാണ് പ്രേക്ഷകരും ഇപ്പോൾ ഈ വാർത്ത ഏറ്റെടുക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ സംസാരിക്കുന്നതും ലിൻഡുവിന്റെ മകനെ കുറിച്ച് തന്നെയാണ്. ലിൻഡുവിന്റെ ഈ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകുമെന്നും പ്രേക്ഷകർ കൂട്ടിച്ചേർക്കുന്നു. ലിൻഡുവിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ലിൻഡുവിന് വേണ്ടിയും ലിൻഡുവിന്റെ കുടുംബത്തിന് വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ലിൻഡുവിന്റെ ആ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകും. കുഞ്ഞിന് ഓട്ടിസം ആണെങ്കിൽ എന്താണ്, അതിനൊരു പ്രശ്നവുമില്ല. ഓട്ടിസമുള്ള കുട്ടികളെ ദൈവം കൊടുക്കുന്നത് അങ്ങനെയുള്ള മാതാപിതാക്കൾക്കായിരിക്കും. മോശപ്പെട്ട മാതാപിതാക്കൾക്ക് അങ്ങനെയുള്ള കുട്ടികളെ കൊടുക്കില്ല എന്ന് കേട്ടിട്ടുണ്ട്. നല്ല മാതാപിതാക്കൾക്കാണ് അങ്ങനെയുള്ള കുഞ്ഞിനെ ലഭിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലിൻഡു അങ്ങനെ നല്ലൊരു മാതാപിതാവ് ആയതുകൊണ്ടായിരിക്കണം ലിൻഡുവിനും ഭർത്താവിനും അങ്ങനെ ഒരു കുഞ്ഞിനെ ലഭിച്ചത്. ഇനി ഓട്ടിസം ഇല്ലെങ്കിലും വളരെയധികം നല്ലതാണ് എന്ന് പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.